പാകിസ്ഥാനിൽ ഭീകരരും സൈന്യവും ഭരണകൂടവും സംയുക്തമായാണ് മുൻപോട്ട് പോകുന്നത്. മറുഭാഗത്ത് ഈ ആക്രമണം ഉടനെ തന്നെ പാകിസ്ഥാൻ കൈകഴുകിയിരുന്നു, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലാന്ന്. പിന്നെ നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ്? ആശ്വസിക്കാൻ പോകുന്നു. ഭാരതത്തിന്റെ ഈ സ്ട്രൈക്കിൽ പരിക്കേറ്റ, ജീവൻ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞ കുറെ പേർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോയത് ആരൊക്കെയാണ്? പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിമാരായിരുന്നു യൂണിഫോമിൽ ഭീകരരെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ പോയത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ 1 കോടി രൂപ വരെയാണ് നൽകുന്നത്. ഭാരതത്തിന്റെ മിസൈലുകൾ പതിച്ചു തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും പാകിസ്ഥാൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. IMF ഫണ്ട് ഉൾപ്പെടെ ഇതിനായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എത്രയൊക്കെ മറച്ചു പിടിച്ചാലും പാകിസ്ഥാനിൽ ഭീകര താവളങ്ങളുണ്ട്, ഭീകര കേന്ദ്രങ്ങളുണ്ട്. ആ ഭീകരർക്ക് പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയല്ലേ ഗൗതം? പ്രദീപിള്ള, ജിഷ്ണു, അത് തന്നെയാണ്. അതായത് ഈ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വീണ്ടും വീണ്ടും കുടപിടിക്കുന്നു എന്നതിന് മറ്റൊരു പ്രത്യക്ഷമായ ഉദാഹരണം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിടുകയാണ്. അതായത് ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരർ, അതായത് നമ്മുടെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 100-ന് മുകളിൽ ഭീകരരാണ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങളിൽ നമ്മൾ നടത്തിയ മിസൈൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബത്തിന് ഇപ്പോൾ 1 കോടി രൂപയുടെ ധനസഹായം പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. അതും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ നടത്തിയിരിക്കുന്നത്. 1 കോടി രൂപയാണ് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബത്തിനായി ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ ആദ്യഘട്ടം നമുക്കറിയാം, ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ, അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ബഹാവൽപൂര്, അതോടൊപ്പം ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ മുറിക്കെ, ഈ 2 പ്രധാനപ്പെട്ട ആഗോള ഭീകര സർവകലാശാലകൾ ഉൾപ്പെടെ ഏതാണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതത്തിന്റെ മിസൈലുകൾ വർഷിച്ചത്. കൃത്യമായി തന്നെ അവിടെ വലിയ നാശനഷ്ടമുണ്ടായി. ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവിടുത്തെ കെട്ടിടങ്ങളും ഇവരുടെ ലോഞ്ചിങ് പാഡുകളും ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങളും എല്ലാം തവിടുപൊടിയായിരുന്നു. അതെല്ലാം പുനർനിർമ്മിക്കുവാനും ഇപ്പോൾ വലിയ സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് ആ നാട്ടിലെ സാഹചര്യം എന്നുള്ളതാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഘടകം, കഴിഞ്ഞ ദിവസം തന്നെ ഈ IMF ഫണ്ട് പാകിസ്ഥാന് നൽകുന്നതിനെ ഭാരതം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ്. കാരണം ഈ ഫണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നു എന്നത് ഭാരതത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആരോപണമാണ്. IMF ഫണ്ടുകൾ പാകിസ്ഥാന് നൽകുന്നത് കൃത്യമായിട്ട് തടയണമെന്നും അതല്ല എങ്കിൽ അത് മറ്റു രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് അയൽ രാജ്യമായ ഭാരതത്തിനെതിരെ ഭീകര പ്രവർത്തനം നടത്തുവാൻ പാകിസ്ഥാൻ ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന്റെ വിമർശനത്തിന്, ആരോപണത്തിന് വർഷങ്ങളുടെ കഴമ്പുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഈ IMF ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ട ഭീകരരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യം പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അടുത്ത കാലത്ത് അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്നു, പണപ്പെരുപ്പം രൂക്ഷമായി. ഒപ്പം ചെറുപ്പക്കാർ തന്നെ തെരുവിലിറങ്ങിക്കൊണ്ട് അവിടുത്തെ പോവർട്ടി, അവിടുത്തെ ദാരിദ്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കെതിരെ, അവിടുത്തെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ തന്നെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ ഭീകരവാദികൾക്ക്, അതും കൊല്ലപ്പെട്ട ഭീകരർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ 1 കോടി രൂപ കൊല്ലപ്പെട്ട ഓരോ ഭീകരന്റെയും കുടുംബത്തിന് നൽകുവാൻ ഇപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് IMF ഫണ്ട് ഉൾപ്പെടെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭീകരവാദികൾക്ക് ഈ പണം നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗൗതം, ഈ സാമ്പത്തികമായി തകർന്നടിയുമ്പോഴും ഭീകരർക്ക് 1 കോടി രൂപ സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നൽകുന്നതിന് എങ്ങനെയാണ് അവരുടെ ഭരണകൂടം ഇനി അടുത്ത മണിക്കൂറുകളിൽ ന്യായീകരിക്കാൻ പോകുന്നത്? മറ്റൊന്ന്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് എത്രത്തോളം കനത്ത പ്രഹരമാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ, ഹിസ്ബുൾ കേന്ദ്രങ്ങളിൽ ഭാരതത്തിന്റെ പ്രത്യേക ഓപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്?
ജിഷ്ണു, ഇത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോകവേദികളിൽ പ്രത്യേകിച്ച് UN ഉൾപ്പെടെയുള്ള വേദികളിൽ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ പാകിസ്ഥാൻ ഇതൊരു വലിയ ക്ഷീണമാകുന്നുള്ളൂ. അല്ലാതെ ആ രാജ്യത്ത് ഭീകരർക്ക് ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിക്കുന്നതൊന്നും ഒരു വലിയ വിഷയമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. കാരണം അത് വർഷങ്ങളായി തന്നെ പാകിസ്ഥാന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ ഭീകരതയെ മെല്ലെ മെല്ലെ തള്ളിക്കയറ്റിയത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ ഭരണകൂടങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് മത പഠനശാലകളും മതകേന്ദ്രങ്ങളും ഒക്കെ തന്നെയാണ്. അതിനാൽ പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട ഭീകരർക്ക് 1 കോടി രൂപ എടുത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ പുതിയ ജനറേഷനിൽ പെടുന്ന ആളുകളൊക്കെ അതിനെ വിമർശിച്ചേക്കാം. കാരണം തൊഴിലില്ലായ്മയിലും ഈ ദാരിദ്ര്യത്തിലുമൊക്കെ അവർക്ക് വലിയ വിമർശനങ്ങളുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ പഴയ ജനറേഷനൊന്നും ഇതൊരു വലിയ കാര്യമായി തോന്നുന്നില്ല. കാരണം അവരുടെ കണ്ണിൽ സ്ഥിരം കാണുന്നത് പാകിസ്ഥാൻ പട്ടാളം ഏതാ ഭീകരർ ഏതാന്ന് അവർക്ക് തന്നെ തിരിച്ചറിയത്തില്ല. ഇത് രണ്ടും ഒരേ വേഷത്തിൽ ഒരേ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനാൽ ഭീകരനോ പാകിസ്ഥാൻ പട്ടാളമോ രണ്ടായിട്ടൊന്നും അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ കാണുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ കണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ഈ ഭീകര ക്യാമ്പുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് തന്നെ 2500 ഓഫീസുകളാണ് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത്. ലഷ്കർ-ഇ-തോയ്ബ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അതൊരു UN ഉൾപ്പെടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിനെ കൃത്യമായിട്ട് തന്നെ UN ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ്. UN-ന്റെ മാത്രം പട്ടികയല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള UK ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, അതായത് ഭാരതം മാത്രമല്ല വിദേശ രാജ്യങ്ങൾ തന്നെ ഇതിനെ ഒരു ഭീകര സംഘടനയായും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും സഹായിക്കരുതെന്നും നിർദ്ദേശം പാകിസ്ഥാന് നൽകിയിട്ടുള്ളതാണ്. അതേ ലഷ്കർ-ഇ-തോയ്ബയ്ക്കാണ് 2500ഓളം ഓഫീസുകൾ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബയുടേതായ മദ്രസകൾ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരാണ് ഈ മദ്രസകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാനോട് ഇതേപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തേയില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി പലപ്പോഴും നൽകുന്നു. അതിൻ്റെ ഭീകര നേതാക്കന്മാർ, ഈ ഭീകര സംഘടനകളുടെ നിയന്ത്രിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാലും ഇതേപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന മറുപടിയാണ് പാകിസ്ഥാൻ പലപ്പോഴും നൽകാറുള്ളത്. എന്തായാലും ഈ ഫണ്ടിങ് നൽകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം അത് പാകിസ്ഥാന് അവരുടെ കയ്യിൽ നിന്നും ഇത്രയും വലിയൊരു തുകയെടുത്ത് ഈ ഭീകര കുടുംബങ്ങൾക്ക്, അതായത് ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞ മദ്രസകളോ അല്ലെങ്കിൽ തകർന്നടിഞ്ഞ ഭീകരവാദ കേന്ദ്രങ്ങളോ പുനർനിർമ്മിക്കുവാൻ ഭാരതത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്ഷമിക്കണം, പാകിസ്ഥാന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുക അസാധ്യമാണ്. കാരണം അത്രത്തോളം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായും IMF ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇക്കാര്യം ഭാരതം നേരത്തെ തന്നെ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചതാണ്. കാരണം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ഇന്റർനാഷണൽ ഏജൻസീസ് നൽകുമ്പോൾ അത് അവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനോ അവിടുത്തെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഇല്ലാതാക്കാനല്ല പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ പോലെയുള്ള ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ ശ്രമിക്കുന്ന, ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികൾക്ക് ഈ ഫണ്ട് നൽകുകയാണ് പാകിസ്ഥാൻ ചെയ്തത്. അതിനാൽ ഇങ്ങനെ ഒരു രാജ്യത്തിന് ടെററിസം സ്പോൺസർ ചെയ്യുന്ന, അതിനെ കയറ്റി അയക്കുന്ന ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന് ഇത്തരം ധനസഹായങ്ങൾ കൊടുക്കരുത് എന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അത് കേൾക്കാതെയാണ് ഈ IMF ഫണ്ടുകളും മറ്റും പാകിസ്ഥാൻ നൽകിയത്. എന്തായാലും അത്തരം ഫണ്ടുകൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കൊല്ലപ്പെട്ട ഭീകരന്റെ കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് നൽകുവാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ 100-ലധികം ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ മാത്രം. ഇത് കൂടാതെ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് വേറെ. അത് പിന്നീട് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന ഘട്ടത്തിൽ അതിർത്തിയിലെ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ ഏതാണ്ട് 35-നും 40-നും ഇടയിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായ കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരരുടെ എണ്ണമാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ, അത് 100-ന് മുകളിൽ വരും. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാനിലെ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നതുകൂടി നമ്മൾ കണ്ടതാണ്. ഔദ്യോഗിക ബഹുമതിയോടെയാണ് പാകിസ്ഥാൻ ഈ കൊടും ഭീകരന്മാർക്ക്, മുംബൈ ഭീകരാക്രമണവും 1999-ലെ വിമാന റാഞ്ചലും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭീകര പദ്ധതികൾ തയ്യാറാക്കി അത് കൺട്രോൾ ചെയ്തിരുന്ന ആളുകളുടെ സംസ്കാര ചടങ്ങിന് ഔദ്യോഗിക ബഹുമതി പാകിസ്ഥാൻ നൽകുന്നു. മാത്രമല്ല, അവരുടെ പട്ടാള മേധാവിമാർ ലഫ്റ്റനന്റ് ജനറൽ പദവിയിലിരിക്കുന്നവരും ബ്രിഗേഡിയർ പദവിയിലിരിക്കുന്നവരും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെയും തെഹരീക്കെ ഇൻസാഫിന്റെയും ഒക്കെ, ഇതെല്ലാം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അതിന്റെ എല്ലാം നേതാക്കന്മാരും ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടതാണ്. യെസ്, വളരെ കൃത്യമാണ് ഗൗതം. എന്തൊരു രാജ്യമാണെന്ന് നോക്കണം. കാരണം കൊല്ലപ്പെട്ട
ഭീകരരെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു. ഇപ്പോൾ ഭീകരവാദികൾക്ക് അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ പ്രഥമയുണ്ടാകുമായിരിക്കും, അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ ഉണ്ടാകുമായിരിക്കും. അവർക്ക് ധീരദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമര സേനാനികളും ഒക്കെ ആണല്ലോ. രാജ്യത്തിന്റെ സംസ്കാരമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം പോലും രാജ്യാന്തര വേദിയിൽ പോയി IMF വായ്പ കിട്ടാനായി ഇവർ ഈ ബഹളം വെച്ചത് ഇതിനൊക്കെ ആയിരുന്നു അല്ലേ? ഭാരതം പറഞ്ഞത് വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇത് ഉപയോഗിക്കുന്നത്. മുൻപും പാകിസ്ഥാൻ തെളിയിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര വേദികളിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാൻ വിനിയോഗിക്കുന്നത്, ഭീകരശക്തികൾക്ക് എങ്ങനെ പാകിസ്ഥാന്റെ മണ്ണിൽ ഇത്രത്തോളം വേരൂന്നാൻ സാധിച്ചു, അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം. ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാൻ ഇത്രത്തോളം ഭീകരർക്കൊപ്പം നിൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. അവിടെ നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടത് അതാണ്. ഇപ്പോഴും അതിന്റെ ഓരോ വിശദാംശങ്ങൾ, കാരണം ഒറ്റയടിക്ക് ആ ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നാൽ പൂർണ്ണമായും ഭീകരർക്കും പാകിസ്ഥാനും അത് വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ആദ്യം പുറത്തു വന്നത് മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. പിന്നെ അടുത്ത ദിവസമാണ് പുറത്തു വന്നത് ഈ കൊല്ലപ്പെട്ട 10 പേരിൽ ഒരാൾ എന്നുള്ളത് നിലവിൽ ജെയ്ഷെ മുഹമ്മദിനെ നിയന്ത്രിക്കുന്ന അതിന്റെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള മസൂദ് അസറിന്റെ സഹോദരൻ, ഒപ്പം കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനായിട്ടുള്ള അബ്ദുൾ റൌഫ് അസ്ഹർ ആണ് എന്നുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഹിസ്ബുൾ മുജാഹിദിന്റെ ടോപ്പ് കമാൻഡർമാർ ഈ ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കനത്ത പ്രത്യാക്രമണമാണ് ഭാരതം നടത്തിയിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മാത്രമല്ല, മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരർക്ക് പരിശീലനം നൽകിയ കേന്ദ്രവും കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനും ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങളുടെ റിവഞ്ച് കൂടി ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഭാരതം എടുത്തിട്ടുണ്ട്.